ജമ്മുവിൽ മാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിൽ ഒരു വിചിത്രമായ സമരം നടക്കുകയാണ്. സംഘപരിവാറാണ് അവിടെ സമരത്തിലുള്ള. അവിടെ പ്രവേശനം നേടിയതിൽ 90% വിദ്യാർത്ഥികളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കണമെന്നാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ ആവശ്യം. VSP അടക്കമുള്ള സംഘടനകളാണ് അവിടെ സമരത്തിലുള്ള. അവിടുത്തെ ഒരു BJP MLA അടക്കം ഈ സമരത്തിലുണ്ട്. ഈ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവന ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജാണ് ഇതെന്നും ഇവിടെ ഹിന്ദു വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ പ്രവേശനം നൽകേണ്ടതെന്നും അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത് സംവരണം ചെയ്യണം എന്നുമാണ് ഇവരുടെ ആവശ്യം. ഇതിലേക്കാണ് അടുത്ത്. നിഷ, കേൾക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമായൊരു ആവശ്യം. നമ്മുടെ രാജ്യമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സികേഷ്, ഇപ്പോൾ അതിനകത്ത് ഈ വൈഷ്ണോദേവി ടെമ്പിളിലെ പൈസ കൊണ്ട് നടത്തുകയും അല്ലെങ്കിൽ അതിങ്ങനെ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഹിന്ദുക്കൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടണം എന്ന് ആവശ്യപ്പെടുകയാണ് അവർ. ഞങ്ങളുടെ സ്ഥാപനമല്ലേ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണ്ടേ, മറ്റുള്ളവർ അഹിതമായി കടന്നുകൂടിയിരിക്കുന്നു, വളഞ്ഞ വഴിയിലൂടെ കടന്നുകൂടിയിരിക്കുന്നു എന്ന മട്ടാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. രാജ്യത്ത് മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനം നേടാൻ എന്താണോ സംവിധാനം ഉള്ളത്, ആ സംവിധാനം വഴി നീറ്റ് മെറിറ്റ് വഴി ആൾക്കാർ പ്രവേശനം നേടുകയാണ്. അതേ മെറിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയും പ്രവേശനം നേടിയിട്ടുള്ളത്. അതിൽ 90% ആളുകൾ മുസ്ലിങ്ങളാണ്, കശ്മീരിലാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പോപ്പുലേഷനകത്ത് നിന്ന് സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളുടെ എണ്ണം അതിലേക്ക് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെയാണ് കാണേണ്ട കാര്യം. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് അവിടെ ഹിന്ദുക്കൾ മൈനോറിറ്റി അല്ലേ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് ഞങ്ങൾക്കല്ലേ കൂടുതൽ പഠിക്കേണ്ടി വരിക, പഠിക്കാനുള്ള അവസരം കിട്ടണമെന്ന് ചോദിക്കുക. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ നികുതി കൊടുക്കുന്നുണ്ട്. ഹിന്ദുക്കളും നികുതി കൊടുക്കുന്നുണ്ട്, മുസ്ലിങ്ങളും നികുതി കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നികുതിയിൽ കുറവോ കൂടുതലോ ഒന്നുമില്ല. എന്നാൽ ഇന്ത്യയിലെ ഈ പൊതുമേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടർമാർ, പോലീസുകാർ, പട്ടാളക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം കണക്കെടുത്ത് വെച്ചിട്ട് മുസ്ലിങ്ങൾ കൊടുക്കുന്ന നികുതിക്ക് ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ ഇവർക്കുണ്ടോ? ദലിതർ കൊടുക്കുന്ന നികുതിക്ക് ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ നമുക്ക് ആലോചിക്കാം. എന്നിട്ട് നമുക്ക് ഈ യുക്തി എടുക്കാം. അതായത് ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം. അപ്പോൾ ഓരോരുത്തരും കൊടുക്കുന്ന പണത്തിനനുസരിച്ച് അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കാണേണ്ട കാര്യം, ഇവിടെ ഈ പറയുന്ന കോളേജിൽ മാത്രം 90% എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൊത്തം സ്ഥിതി എടുക്ക്, ഇന്ത്യയിലെ മൊത്തം സീനും സിനാരിയോ എടുക്ക്. അവിടെ എല്ലാം ഈ പറയുന്ന മുസ്ലിങ്ങളും ദലിതരും ഇതുപോലെ 90% ഉണ്ടോ? 45% ഉണ്ടോ? 50% താഴെയുള്ള ആൾക്കാരല്ലേ എല്ലായിടത്തും ഉള്ളത്. അതിപ്പോൾ തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലാം ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ കൊടുക്കുന്ന പണത്തിന് ഒപ്പിച്ച് കണക്കെടുത്ത് നോക്കിയിട്ട് അവിടെ എല്ലാം റെപ്രസെൻറ്റേഷൻ ഒപ്പിക്കണമെന്ന തിയറി നമുക്ക് ഇന്ത്യയിൽ ആകമാനം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ, കൊടുക്കുന്ന നികുതിക്കൊപ്പമുള്ള റെപ്രസെൻറ്റേഷൻ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടണം, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്പേസിലും കിട്ടണം എന്ന് പറയാൻ തുടങ്ങിയാൽ ഈ പറയുന്ന ആൾക്കാർക്ക് പിന്നെ പറയാൻ നാക്കുണ്ടാവും എന്ന ചോദ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾക്ക് അവിടെ പ്രത്യേകമായ സ്റ്റാറ്റസ് വേണം, കാരണം ഞങ്ങൾ മൈനോറിറ്റി ഹിന്ദുക്കളാണ്, അവിടെ സ്റ്റാറ്റസ് വേണം എന്നാണ്. ഈ സ്ഥാപനം മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനമല്ല. ഭൂരിപക്ഷം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ സംവരണം എന്ന് പറഞ്ഞതിന് സുപ്രീം കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ സംവരണം എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർ, മുന്നിലേക്ക് പോകാൻ ഒരു നിലയ്ക്കും കഴിയാത്ത ആൾക്കാർ, സാമൂഹികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വന്നിരുന്ന ആൾക്കാർ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ദലിതരുണ്ട്, മറ്റ് OBC വിഭാഗങ്ങളുണ്ട്, അവർക്കാണ് സംവരണം. അല്ലാതെയുള്ള ആളുകൾക്ക് സംവരണം എന്ന കാറ്റഗറിയിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ കോളേജിൽ ഞങ്ങൾക്ക് മാത്രം, ഹിന്ദുക്കൾക്ക്, ഹിന്ദു വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ന്യൂനപക്ഷ സംവരണം വേണമെന്ന ആവശ്യം നിയമപരമായി ഉന്നയിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ഇന്ത്യയിൽ ആകമാനമുള്ള അവരുടെ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ അവരാണ് എല്ലായിടത്തും മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇനി ഈ കോളേജിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൈനോറിറ്റി സ്റ്റാറ്റസ് വേണമെങ്കിൽ മൈനോറിറ്റി സ്റ്റാറ്റസിന് ഈ കോളേജ് അപ്ലൈ ചെയ്യുകയോ അത് നേടുകയോ മൈനോറിറ്റി സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുകയോ ചെയ്യാത്ത ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് എന്ത് വരിക? ഈ സംവരണം അനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കാൻ കഴിയുക? ആ സ്ഥാപനത്തിന് അങ്ങനെ ഒരു നിലപാടില്ല. അവർ ഈ സമരത്തെ തള്ളിക്കളയുകയും ചെയ്യുകയാണെന്ന് കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ നിയമപരമായി പ്രവേശനം നേടിയ മനുഷ്യരാണ്, നിയമപരമായിട്ടുള്ള മെറിറ്റിലൂടെ പ്രവേശനം നേടിയ മനുഷ്യരോട് നിങ്ങളേതോ അഹിത വഴിയിലൂടെ പ്രവേശനം നേടിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളുടെ ആളുകളെ പഠിപ്പിക്കാനുള്ള സ്ഥലം തരണമെന്ന് ആവശ്യപ്പെടുന്നതിന് യുക്തിയൊന്നുമില്ല. നമ്മൾ ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡാണിത്. കാരണം ഇത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം പേരെവിടെയും കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ റീൽ കണ്ടു, ഒരു BJP നേതാവ് അയാളുടെ കൂടെ കുറേ ആൾക്കാർ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഒരു സ്ട്രീറ്റ് വെണ്ടേഴ്സിനടുത്ത് പോയിട്ട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. നീ മുസ്ലിമാണോ? ആണെങ്കിൽ നിൻ്റെ പേര് ഇവിടെ എഴുതി ഒട്ടിച്ച് വെക്കണം. അടുത്ത ഷോപ്പിലേക്ക് ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ അവിടെ കടക്കാർ ചോദിക്കും നിൻ്റെ പേരെന്താണ്? അപ്പോൾ അയാൾ പേര് പറയും ഹിന്ദു ആണല്ലേ. അപ്പോൾ അയാൾ കൊടി എടുക്കും, ആ കൊടി അവിടെ നാട്ടും, കാവിക്കൊടി. അപ്പോൾ ഹിന്ദുക്കളുടെ കൂടെയെല്ലാം മുന്നിൽ കൊടി നാട്ടുകയാണ്. ഹിന്ദുക്കൾ അവിടെ സാധനം വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും തുറന്ന വർഗീയതയുടെ പ്രസരണം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും, മുസ്ലിം ചിഹ്നങ്ങൾ കണ്ടാലും മുസ്ലിം റീലാക്കി മ്യൂസിക് ഇട്ട് റീലാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ തന്നെ കാര്യം. അതിപ്പോൾ നമ്മൾ ഹിന്ദുത്വ വാച്ചിൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ നമുക്ക് ആ ദിവസം നമ്മുടെ ഇല്ലാണ്ടായിപ്പോയും. അത്രയും മാരകമായ ഇൻസൾട്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യർ അനുഭവിക്കുന്ന കാണാൻ പറ്റും.
ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു വീഡിയോ കാണണം. അയാൾ അടുത്തുള്ള ഒരു മുസ്ലിം യുവാവിനെ പിടിച്ചിട്ട് സ്നേഹം കാണിക്കുകയാണെന്ന ഭാവേന മുഖത്തിങ്ങനെ അടിക്കുകയാണ്. അസം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന ഒരു വൃദ്ധൻ മുസ്ലിമാണ് അയാൾ. അയാളുടെ തലയിൽ സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ അല്ല, യുവമാർക്ക് ഞാൻ എതിരാണെന്ന സന്ദേശം കൊടുക്കുന്ന മട്ടിൽ കണ്ടു നോക്കണം. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണത്. അപ്പോൾ ഇത് ഇവർക്ക് എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ പൊളിച്ച് തികട്ടുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ നീറ്റ് പരീക്ഷ, സംവരണം, നികുതി വിഹിതം, ഇതൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരേത് സംഗതിയെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് സാങ്കത്യം ചില ആൾക്ക് പെട്ടെന്ന് തോന്നും, വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ പൈസ എടുത്ത് പഠിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളോ എന്ന് തോന്നും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പലരുടെയും പണം എടുത്തുണ്ടാക്കിയിട്ടുള്ള എത്ര സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. പല മുസ്ലിം സംഘടനകൾ തന്നെ പണം എടുത്തുണ്ടാക്കിയിട്ടുള്ള എത്ര കോളേജുകളുണ്ട്. അവിടെ എല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കണക്കെടുത്ത് നോക്കുക, അവിടെ എല്ലാം മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ ജോലി. അല്ലല്ലോ. അങ്ങനെ നോക്കിയാൽ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത ആൾക്കാർ മലബാറിലേക്ക് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പല പ്രോജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നവരാണ് നാട്ടുകാരാണ്. കാരണം ഗവൺമെൻറ് അലോക്കേഷൻ കുറവാണ്. എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ അവിടെ നാട്ടിലിറങ്ങി പിരിക്കുക, പാണക്കാട് പോയി പിരിക്കുക എന്നുള്ള പരിപാടി സർക്കാരുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം റെപ്രസെൻറ്റേഷൻ മുസ്ലിങ്ങൾക്ക് തിരിച്ച് കിട്ടണോ? അങ്ങനെ അവർ ആവശ്യപ്പെടണോ? അപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യത്തിനകത്ത് യുക്തി എന്ന് പറയുന്ന സംഗതിയില്ല, നിയമമില്ല, സാങ്കേതികത്വം ഇല്ല, ഒന്നുമില്ല. ആകെയുള്ളത് വെറുപ്പാണ്. അതിപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളോ ഈ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതവിടെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കാണുകയും തടയും. ഇപ്പം ഇതിനകത്ത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഇൻവെസ്റ്റിഗേഷൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എന്താണ് വിശദാംശം അറിയാൻ. അപ്പോൾ ആ വഴിക്കൊക്കെ പോയി വലുതാവുമായിരിക്കും. ചിലപ്പോൾ റദ്ദ് കളയാനൊക്കെ സാധ്യതയുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ ഇതിനകത്ത് ന്യായമില്ല. മറ്റ് പല കാര്യങ്ങളെയും പോലെ ന്യായമില്ല എന്ന് മാത്രം നമുക്ക് പറയാം. സാർ, നിലവിൽ ജമ്മു കാശ്മീരിലെ 13 മെഡിക്കൽ കോളേജുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ 70% മുസ്ലിം വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരെവിടെ പോയി പഠിക്കും? ഇത്തരം സംഘപരിവാർ ഇത്തരം വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴേ അതിലേ കാണേണ്ടത്. അല്ല, ഇതിൽ കുറേ രസകരമായിട്ടുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ ഇത് മാതാ വൈഷ്ണോദേവി എന്താണ് സെൻറ്റർ ഫോർ മെഡിക്കൽ എക്സലൻസ്, ഇതാണ് സ്ഥാപനം. അത് റൺ ചെയ്യുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡാണ്. ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡിൻ്റെ മാനേജ്മെൻറ്റിലാണ്. ഈ ഷ്രൈൻ ബോർഡ്, ആ ബോർഡ് ആരാണ് അതിൻ്റെ ചെയർമാൻ എന്നറിയോ? ജമ്മു കാശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. ഈ ബോർഡ് എങ്ങനെ ഫോം ചെയ്യുന്നറിയോ? 1998 ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ആക്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ആക്ടിനാൽ രൂപീകൃതമായ ബോർഡാണ് ഈ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇൻ എസൻസ് അതെന്താണ്? ഒരു ഗവൺമെൻറ് ബോഡിയാണ്. ഒരു ഗവൺമെൻറ് ആക്ടിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു ഷ്രൈൻ ബോർഡ്. ആ ഷ്രൈൻ ബോർഡിനെ ചെയർ ചെയ്യുന്നത് ആരാണോ ആ സമയത്ത് ജമ്മു കാശ്മീർ ഗവർണർ, ആ ബോർഡിലെ അംഗങ്ങൾ ആരാണോ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പക്ഷേ അതിൻ്റെ ഫണ്ടിങ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഈ ഷ്രൈനിൽ വരുന്ന ഡിവോട്ടീസിൻ്റെ പണമാണ് അതിൻ്റെ ഫണ്ടിങ്. ഗവൺമെൻറ് ബഡ്ജറ്ററി അലോക്കേഷൻ അതിനില്ല. ഇതാണ് അതിൻ്റെ ഒരു ചിത്രം. ഇപ്പോൾ ഈ പ്രശ്നം കുറച്ചായിട്ട് അവിടെ 2-3 ആഴ്ചയായി അവിടെ VHP, ബജ്രംഗ് ദൾ ഇവരൊക്കെ നിരന്തരം പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. ഇന്നലെയാണ് വലിയ മാർച്ചും ബഹളമൊക്കെ ആയിട്ട് വന്നത്. ഇനി അവർ ഉന്നയിക്കുന്ന ഡിമാൻഡാണ് ഇത് നോക്കേണ്ടത്. അവരുടെ പ്രശ്നം എന്താണ്? 50 സീറ്റാണ്. MBBS 50 സീറ്റാണുള്ളത്. ഈ 50 സീറ്റിൽ 42 സീറ്റിൽ മുസ്ലിം കുട്ടികളാണ്, 7 സീറ്റിൽ ഹിന്ദു കുട്ടികൾ, 1 സീറ്റിൽ സിഖ് കുട്ടികൾ. ഇത് ശരിയല്ല. ഈ അഡ്മിഷൻ റദ്ദ് ചെയ്യണം എന്നാണ് അവർ ആവശ്യം. ഈ അഡ്മിഷൻ നടന്നത് എങ്ങനെയാണ്? രണ്ട് മാനദണ്ഡമാണ്. ഒന്ന് നീറ്റ് സ്കോറിൽ ലിസ്റ്റ് എടുക്കുന്നു. പിന്നെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് ബാധകമായിട്ടുള്ള റിസർവേഷൻ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ആ റിസർവേഷൻ മാട്രിക്സ് വെച്ച് നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുക്കുക. അതൊന്നും ഒരു സോഫ്റ്റ്വെയർ ആണിത്. നമുക്ക് ഇന്നാളെടുക്കാം, മറ്റാളെടുക്കാൻ പറ്റില്ല. ഈ നീറ്റ് സ്കോറിൽ എങ്ങനെയാണോ ആളുകൾ വരുന്നത് ആ പട്ടിക ക്രമത്തിനനുസരിച്ച് അതിൽ ആ റിസർവേഷൻ മാട്രിക്സ് കൂടി വെച്ച് ആളുകൾ എടുക്കുക. ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്താണോ അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ റിസർവേഷൻ മാട്രിക്സ് ഉണ്ട്. ആ റിസർവേഷൻ മാട്രിക്സ് 50% ഓപ്പൺ കോട്ടയാണ്, 50% റിസർവേഷൻ. ആ റിസർവേഷൻ SC ഉണ്ട്, ST ഉണ്ട്, പിന്നെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ മൈഗ്രേഷൻ ഔട്ട് ഓഫ് ടെറർ കാരണം മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്ക് ചെറിയൊരു കോട്ട ഉണ്ട്. അതേപോലെ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അവിടുത്തുകാർക്കുള്ള ഒരു കോട്ടയുണ്ട്. അങ്ങനെ സാധാരണ നമ്മുടെ സംസ്ഥാനത്തില്ലാത്ത ചെറിയ കോട്ടകളുണ്ട്. അപ്പോൾ ഈ കോട്ടാ മാനദണ്ഡങ്ങളും പാലിച്ച്
ജമ്മു കാശ്മീരിലെ കോട്ട മാനദണ്ഡങ്ങൾ പാലിച്ച് നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികം വന്നപ്പോൾ എന്താണ് 42 കുട്ടികൾ എന്തായി, മുസ്ലിം കുട്ടികളായി. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു മെഡിക്കൽ കോളേജിൽ നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുക്കുക എന്ന് വെക്കുക. ഇപ്പോൾ കാൺപൂരിലൊരു മെഡിക്കൽ കോളേജ് ഉദാഹരണം എടുക്കുക, അല്ലെങ്കിൽ ഹരിയാനയിലൊരു മെഡിക്കൽ കോളേജ്. അവിടുത്തെ നമ്മൾ അഡ്മിഷൻ ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക. അവിടെ മഹാഭൂരിപക്ഷം 90%, ചിലപ്പോൾ 95% എന്തായിരിക്കും, ഹിന്ദു വിദ്യാർത്ഥികളായിരിക്കും. മുസ്ലിം കുട്ടികൾ 1, 2 ഒരുപക്ഷെ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒന്നുപോലും ഉണ്ടായില്ലെന്ന് വരാം. എന്തുകൊണ്ടാണ് കാശ്മീരിൽ 42 കുട്ടികൾ അല്ലെങ്കിൽ 90% കുട്ടികൾ മുസ്ലിം കുട്ടികളാകുന്നത്? അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലാണെന്ന് വിചാരിച്ചിട്ട് അവിടെ മുസ്ലിം കുട്ടികളായിരിക്കും. ലക്ഷദ്വീപിൽ അങ്ങനെ മെഡിക്കൽ കോളേജ് ഇല്ല, പോട്ടെ, ഉണ്ടാകുകയാണെങ്കിൽ. കാരണം അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിം കുട്ടികളാണ്. പിന്നെ കാശ്മീരിൽ SC ST അതും കൂടെ മനസ്സിലാക്കണം. SC ST എന്ന് പറയുമ്പോൾ അവിടെ STക്കാണ് SCയേക്കാൾ കോട്ട കൂടുതലുള്ളത്. അവിടെ SC ST കാറ്റഗറിയിൽ നിരവധി മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ STയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ST ആണ്. മുസ്ലിം SC അവിടെ ഉണ്ട്. ഇപ്പോൾ ബക്കർവാൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മുസ്ലിം SC ആണ്, അവിടുത്തെ ST ആണ്. ഇങ്ങനെ ഗുജ്ജാർ ഒരു മുസ്ലിം ST ആണ്. നിരവധി SC ST ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളായിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ കാശ്മീർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ഒരു ഡെമോഗ്രഫി വെച്ച് സാധാരണ സംഭവിക്കുന്ന ഒരു പാറ്റേണാണ് സംഭവിച്ചത്. പക്ഷേ ഇവർ ബഹളം വെക്കുകയാണ്. വലിയ പ്രതിഷേധവും വർഗീയ പ്രചാരണവും പത്രസമ്മേളനവും കോലം കത്തിക്കലും ഒക്കെ ആയിട്ട് നടക്കുക. ഇനി അവർ വെക്കുന്ന ഡിമാൻഡ് നമ്പർ 1 ഡിമാൻഡ് ഇത് സ്ക്രാപ്പ് ചെയ്യണം, എൻ്റെ പ്രോസസ് സ്ക്രാപ്പ് ചെയ്യണം. പിന്നെ എന്താ അവർ വെക്കുന്നത് അറിയാം, റിസർവേഷൻ വേണം. ആർക്ക്? ഹിന്ദു വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ വേണം. ഓക്കെ, ഈ കണ്ട കാലം എത്രയായിട്ട് കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയിൽ സംഘപരിവാർ ഉന്നയിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്താണ്? റിസർവേഷൻ പറ്റില്ല. അത് നമ്മൾ മതപരമായും ജാതീയമായിട്ടും വിഭജിക്കുന്ന ഒരു ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആയുധമാണ് റിസർവേഷൻ. പറ്റില്ല, മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാശ്മീരിൽ പോയിട്ട് ഹിന്ദുക്കൾക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഏത് മൈനോറിറ്റി? ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ്. ബിക്കോസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയതുകൊണ്ട് അവിടെ ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഇക്കാലം അത്രയും ഇവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു? ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഡിമാൻഡ് എന്താണ്? മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന പരിപാടി തന്നെ പറ്റില്ല, അത് അപ്പീസ്മെൻ്റാണ്, ഈ വ്യാജ സ്യൂഡോ സെക്യുലറിസമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ കാശ്മീരിലൊത്തും പ്ലേറ്റ് മാറ്റാണ്. ഇത് വേണം, ഞങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസാണ്. ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഇത് വളരെ സംഘപരിവാറിനെ എല്ലാ സന്ദർഭങ്ങളിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തിൻ്റെ ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ നിഷാദ് ഇപ്പോൾ സംസാരിക്കുമ്പം ടാക്സിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഒരേ ടാക്സ് അല്ലേ എന്നാണ്? എല്ലാവർക്കും ഒരേ ടാക്സ് അല്ല. ഇന്ത്യയിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അവർക്ക് അവരുടെ ടാക്സ് സ്ലാബ്, അവരുടെ ഇൻകം ടാക്സ് സ്ലാബ് വേറെയാണ്. HUF എന്ന് പറയുന്ന കാറ്റഗറി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായികളെല്ലാം HUF കാറ്റഗറിയിലാണ്. എന്തിനാണെന്നറിയത്? കോടികളുടെ നികുതി ഇളവാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിദ്ധാന്തം പറയാമല്ലോ. അത് ഈ ഹിന്ദുത്വവാദികൾ മാത്രമല്ല, പുരോഗമന ഇടതുപക്ഷവാദികളും ഹിന്ദുത്വവാദികളും സമ്പൂജ്യമായി കാണുന്ന ഒരു തിയറിയാണ് ഒരു രാജ്യം ഒരു നിയമം. പക്ഷെ അവരൊരിക്കലും ഈ HUF സ്ക്രാപ്പ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമുക്കൊരു കോമൺ ടാക്സ് ലോ വേണം, കോമൺ സിവിൽ കോഡ് വേണമെന്ന് പറയുന്ന ആളുകളൊന്നും നമുക്കൊരു കോമൺ ടാക്സ് കോഡ് വേണം എന്നെന്താ പറയാത്തത്? HUF സ്ക്രാപ്പ് ചെയ്യണം, ഒഴിവാക്കണം. അത് മതപരമായി ഒരു വിഭാഗത്തിന് മാത്രം, ഒരു വിഭാഗത്തിന് മാത്രമല്ല, HUFൻ്റെ കാറ്റഗറിയിൽ ഹിന്ദു, സിഖ്, ജൈൻ ഒക്കെ വരുന്നുണ്ട്. മതപരമായി ചില വിഭാഗങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുക. ഒരു വിഭാഗത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഖജനാവിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ സിവിൽ കോഡ്, അവരുടെ പേഴ്സണൽ കോഡ് കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഖജനാവിന് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഖജനാവിന് കോടികളുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ലോ ആണ്, ഒരു രാജ്യം ഒരു നിയമമാണ് സമ്പൂജ്യമായ ആശയം എന്ന് പറഞ്ഞു നടക്കുന്ന ഹിന്ദുത്വവാദികളും പുരോഗമനവാദികളും എന്നെങ്കിലും നമുക്കൊരു കോമൺ ടാക്സ് കോഡ് വേണം, HUF സ്ക്രാപ്പ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ ഇതിനെക്കുറിച്ച്? ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇതാണ് ഇവരുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇനി അമേരിക്കയിലേക്ക് പോവുക, അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് പോവുക. അവിടുത്തെ ഹിന്ദു സംഘടനകളുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്താണ്? നമുക്ക് ഹിന്ദു ഫാമിലി ലോസിന് ഇത് വേണം.
അതിന് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റെക്കഗ്നിഷൻ വേണം. ഹിന്ദു ഫാമിലി ലോസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി കിട്ടണം. ഇങ്ങനൊരു ഡിമാൻഡ് അവർക്കുണ്ടല്ലോ. അതേ കാര്യമാണല്ലോ ഇവിടെ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഞങ്ങളുടെ സിവിൽ കോഡ് അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കണം. അപ്പോൾ ഇത് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ്, പക്ഷേ വേറെ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ലോസ് കൊണ്ടു നടക്കാനുള്ള അവകാശം വേണം. ഈ വൈരുദ്ധ്യത്തിൽ പെട്ടിങ്ങനെ പോവുകയാണ്. എല്ലാ സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അവർ കോമൺ. ഇത് കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുക്കാം. കാശ്മീരിൽ 370 അവരുടെ പ്രധാനപ്പെട്ടാണല്ലോ. 370 സ്ക്രാപ്പ് എടുത്തു കളഞ്ഞു. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 370 മാത്രമല്ല ഉള്ളത്. 371 ഉണ്ട്, 372 ഉണ്ട്, 3, 4, 5, 6 A, B, C എല്ലാം ഉണ്ട്. അതൊക്കെ ഓരോ സംസ്ഥാനത്തിനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസാണ്. നാഗാലാൻഡിനുണ്ട്, അസമിനുണ്ട്, മേഘാലയക്കുണ്ട്, ത്രിപുരയ്ക്കുണ്ട്, മിസോറാമുണ്ട്, മണിപ്പൂറിനുണ്ട്, ഏതാണ്ട് നോർത്ത് ഈസ്റ്റിലെ ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ്സ് ഉണ്ട്. അതൊന്നും പ്രശ്നമില്ലല്ലോ. 370 എടുത്തു കളയണം. ഒരു രാജ്യം എല്ലാ ഒരു സംസ്ഥാനത്തിനകത്തും പ്രത്യേക അവകാശം നൽകാൻ പാടില്ല. 370 എടുത്തു കളയെന്ന് പറഞ്ഞു എടുത്തു കളഞ്ഞു. ബാക്കി എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. 371 നാഗാലാൻഡിലെ സ്പെഷ്യൽ പ്രൊവിഷൻ എടുത്തു കളയണമെന്ന് ഒരു ആവശ്യം BJP സ്വപ്നത്തിൽ പറയും, ഉറക്കത്തിൽ പറയോ? പറയില്ല. പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നവർക്കറിയാം. മിസോറാമിലെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളയണം. ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലായിടത്തും സഞ്ചരിക്കാം, ഇഷ്ടം പോലെ സഞ്ചരിക്കാമെന്നാണല്ലോ നമ്മുടെ ധാരണ. അങ്ങനെയല്ല. ഈ പറയുന്ന സ്റ്റാറ്റസുള്ള സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കണമെങ്കിൽ സിഗേഷ് നീ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ പോരാ, അവിടെ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം, ഇൻലൈൻ പെർമിറ്റ് എടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം പല വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ്. ആ വൈവിധ്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ ആ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ളതുണ്ട്, സാംസ്കാരികമായിട്ടുള്ളതുണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതുണ്ട്. ഈ വൈവിധ്യങ്ങളെയെല്ലാം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമ സംവിധാനമാണ് ഇവിടെയുള്ളത്. പക്ഷേ അത് ചിലവരുടെ കാര്യത്തിൽ മാത്രം വലിയ പ്രശ്നമാകുക, അത് രാജ്യത്തെ ഏകീകരിക്കുന്നതിന് തടസ്സമാണെന്ന് പറയുക, അത് വിഭജനാശയമാണെന്ന് പറയുക, അതിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സംഘിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ നിലപാട് നിന്നുകൊണ്ട് എങ്ങനെയാണ് വൈഷ്ണോദേവി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവരണം വേണമെന്ന്, അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്ന് അവർക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ കഴിയുക? ഇതിൻ്റെ ഭാഗമായിട്ട് ഈ VHP അവിടുത്തെ ഗവർണർക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വിഷയം, വെല്ലൂർ മെഡിക്കൽ കോളേജ്, അവിടെ 60% ക്രിസ്ത്യാനികൾക്കാണ് അഡ്മിഷൻ, അത് ഒഴിവാക്കണമെന്ന് അവർ പറയുന്നുണ്ട്. VHPയുടെ ഔദ്യോഗിക നിലപാടാണ്. കേരളത്തിൽ അവരത് പറയുക, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ വെല്ലൂർ കോളേജിൻ്റെ അവിടുത്തെ ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് എടുത്തു കളയണം എന്നൊരു നിലപാട് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ അത് പറയോ? അല്ലെങ്കിൽ കേരളത്തിലെ സംഘ് പരിവാർ നേതൃത്വം അത് പറയോ? ഈ വൈരുദ്ധ്യം കൊണ്ട് എത്ര കാലമാണ് ഈ വൈരുദ്ധ്യമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു തമാശ പറയുന്നത്. ആ വൈരുദ്ധ്യം വെളിപ്പെട്ടു വന്നൊരു സന്ദർഭമാണ് ഈ കാശ്മീരിലെ ഖത്രയിൽ നടക്കുന്ന സമരം. അതെ, വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കിയാലും ഞെട്ടേണ്ടാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്.